എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്കുള്ള പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കുള്ള പ്രോബ്ലം, ഞാൻ 1-2 ദിവസം എടുക്കും ഒരു സിനിമയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ഞാൻ കഥ കേട്ടു, കാര്യങ്ങൾ മനസ്സിലായെല്ലാം പോയെങ്കിലും നമ്മൾ ഈ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥയിൽ, ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മായാമോഹിനി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് പോയാലും തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ചെയ്ത ചാന്തുപൊട്ടും മറ്റും മറിച്ചൊക്കെ എൻ്റെ കയ്യിൽ വരണേ, എൻ്റെ മനസ്സിൽ അതാ വരണേ. അപ്പോൾ എനിക്ക് ശരിയാവണില്ല. തിളക്കത്തിൻ്റെ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയിട്ടുണ്ട്, ദൈവമേ ഞാൻ അബദ്ധമായി ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ 2ാമത്തെ ദിവസമാണ് എനിക്ക് അതിൽ ഉണ്ണീനെയൊക്കെ കിട്ടുക. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. ഞാൻ ചെന്ന ദിവസം തന്നെ ഇത് എടുത്തു തന്നപ്പോൾ ദൈവമേ ഇതെന്താ, കാരണം ഇയാൾ ഒന്നാമത് കുറച്ച് അറിയാമല്ലോ, അതിലൊരു ഏജുള്ള ക്യാരക്ടറുണ്ട്, അയാളുടെ ഓട്ടവും കാര്യങ്ങളുമാണ്. ഇയാൾ എങ്ങനെയാണ് ഓടണേ, ഇയാളുടെ ഇതൊക്കെ ഞാൻ സംവിധാനം ചോദിച്ചുകൊണ്ടിരിക്കുക, ഇയാളുടെ ഏജ് വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ്, അപ്പം ഇയാളുടെ മാനസികാവസ്ഥയും ഏതും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തോട് മല്ലിട്ട് നിൽക്കുന്നതിൻ്റെ അവൻ ജീവിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ അവൻ എന്തിനും തയ്യാറാവുന്നു എന്ന് പറയുന്നതാണ് നമുക്ക്. അത് പറഞ്ഞു തരുന്ന ആൾ കറക്റ്റ് ആവുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആവുന്നത്. പക്ഷേ എപ്പോഴാണ് ദിലീപേട്ടൻ അത് കൺവിൻസ് ആയത്? എപ്പോഴാണ് ആ ഷോട്ട് അപ്പം ചെയ്യാമെന്നുള്ളത്? അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ഫുൾ സെറ്റപ്പ് ഒന്നും ഇനിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഫുൾ കോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും 5 പേര് വേറെ, ഫൈറ്റേഴ്സ് ഫുൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ, ഡിഫറെൻറ്റ് ക്യാമറ, മറ്റ് ഡ്രോണ്, ഇത് VP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ വന്ന് നിൽക്കുക. ടെക്നിക്കൽ സാധനങ്ങളെല്ലാം വന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിനും മുമ്പ് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊരു പോക്കാണ്. ഷോട്ട് മനസ്സിലേക്ക് വന്നു, അപ്പൊ തന്നെ ക്ലിയർ ആയിട്ടൊരു ടെക്നിക്കൽ സൈഡും അത് കണ്ടിപ്പോ പിന്നെ പഴയ പോലെ ഇപ്പൊ ഞാനൊക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമ കാണുന്ന ക്യാമറമാൻ മാത്രമേ ഉള്ളൂ. അന്ന് മോണിറ്ററിൽ ഒന്നുമില്ല. അന്ന് നമ്മൾ ഫിലിമിലാണ്. പിന്നെ നമ്മൾ റഷ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. റഷ് കാണാന്ന് പറഞ്ഞ സ്ക്രീനിൽ ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത പടം കാണുന്നത് അങ്ങനെയാണ്. സംവിധായകൻ പോലും പ്രാർത്ഥിച്ചു പോയിരുന്ന കാണുന്നത്. ഇന്നെല്ലാം മറ്റേ കാണാൻ നിൽക്കണ പോലെ ചേട്ടാ അതിനകത്ത് അങ്ങനെ വരെ പറയുന്ന സാധനങ്ങളായി എല്ലാവരും ഇടപെടുന്നുണ്ടെന്ന്. മനസ്സിലായില്ലേ? പക്ഷെ ആ മാറ്റം അതിന് നല്ലതുമുണ്ട് ദോഷമുണ്ട്. കാരണം ഈ സംവിധായകന്റെ സമയത്ത് കാണുന്നവൻ മുഴുവൻ റോട്ടുകൂടി പോകണം വരെ അതിനകത്ത് കയറി അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് സംവിധായകന്റെ ഒരു അവസ്ഥയുണ്ട്. കാരണം ഇത് ഓപ്പണാ, എല്ലാവർക്കും കാണാം. അപ്പോൾ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഉള്ളിൽ മാത്രമാണ് ക്യാമറമാനോ ഈ സിനിമ കാണുന്നുള്ളൂ. സംവിധായകൻ തന്നെ പൂർണ്ണമായിട്ട് കാണുന്നില്ല. ക്യാമറമാനോ വിശ്വസിച്ചാണ് സംവിധായകന്റെ പോക്ക്. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ സാധനവും പിന്നെ ഇപ്പൊ വേറൊരു സാധനം വെച്ചാൽ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് ഷോട്ടുകൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പതുക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇയാള് പെർഫോം ചെയ്യണം, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ്, ഇയാളിങ്ങനെ ഓടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ അതിലേക്ക് പതുക്കെ അതൊക്കെ ഹെൽപ്ഫുള്ളാണ് നമ്മളെ. തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ സല്ലാപത്തിൽ ഈ പുഴയും കടന്നിൽ ജോൺസൺ മാഷിനെ കിട്ടി, അത് കഴിഞ്ഞിട്ട് സൂത്രധാരനിൽ രവീന്ദ്രൻ മാഷിനെ കിട്ടുന്നു, പിന്നെ ഒരു വിദ്യാസാഗർ ഇറയുണ്ട്, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ മീശ മാധവൻ, CAD മൂസയിലെ കോമിക്കായിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടത്തിൽ അന്നത്തെ മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളൊക്കെ. അതെ, മീനത്തിൽ താലുകെട്ടിൽ ഔസേപ്പച്ച സാറിനെ ഔസേപ്പച്ചൻ്റെ കിട്ടിയിട്ടുണ്ട്, ഇളയരാജ സാറിൻ്റെ, അതുപോലെ കൈതപ്പുറം സാറ് മ്യൂസിക് ചെയ്ത പാട്ടുമുണ്ട്, ഉദയപുരം സുൽത്താൻ. അതെ. അപ്പോൾ ഒരുവിധം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ കിട്ടി ഭാഗ്യം വെച്ചാൽ പാടി അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ ഇതിലും ദൈവാനുഗ്രഹിച്ചൊരു പാട്ട് കിട്ടിയിട്ടുണ്ട്. പെണ്ണിൻ്റെ പേരല്ല തങ്കമണി, വെന്ത നാടിന്റെ പേരിലോ തങ്കമണി എന്ന് പറയുന്നത് അനിൽകുമാർ എഴുതിയ പാട്ട്. അതെ അതെ അതെ, വില്യം ഫ്രാൻസിസ് ചെയ്തത്. അതെ, വേറെയും പാട്ട് പുറത്തിറങ്ങാൻ വേറെ ഇനിയിപ്പോൾ ഉടനെ റിലീസ് ചെയ്യാവുന്നുണ്ട്. ആ പാട്ടും നല്ല പാട്ട് തന്നെയാണ്. ഞങ്ങൾ ഡ്യുവറ്റ് ഒരു ഇതാണ്. അതിൽ ആദ്യമായിട്ടാണ് നെയ്ത്ത പാടി അഭിനയിക്കുക എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇങ്ങനെ ഞാനിതുവരെ ഇങ്ങനെയും ചെയ്തിട്ടില്ല. പറഞ്ഞൊന്നുമില്ല, മനസ്സിരുത്തി പാടുക. അപ്പം നമ്മൾ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ അവർ പാടി വെച്ചിരിക്കുന്നതിനെ നമ്മൾ പാടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഞാൻ ഉറക്കൊക്കെ പാടുന്നുണ്ട് ചില സമയത്തൊക്കെ. പക്ഷെ ഉറക്കെ പാടുമ്പോഴും നമ്മൾ എന്താ പറയുക, ഈ ശബ്ദത്തിൻ്റെ മനോഹാരിതയിൽ ആ ശബ്ദമാധുര്യത്തിൽ ശരിക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങാനും ഓഫായി കഴിഞ്ഞാൽ
വേറെ ശബ്ദം പോലെ ഇരിക്കും. ഈ സല്ലാപത്തിൽ മുതൽ ഈ പാട്ടുകൾ ഭയങ്കര രസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഉദയപുരം സുൽത്താനിലെ ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്നൊരു തമ്പുരാട്ടി എന്ന് പറയുന്ന രസമുള്ളൊരു പാട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ചാന്തുകൂട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന പാട്ട്, അതായത് ഷഹബാസമനൊക്കെ വന്ന് പാടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ സിനിമയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാസാഗറിനെയും കൂടെ ഒന്ന് ഓർക്കൂ. ഇപ്പോൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ. മീശ മാധവൻ്റെ സമയത്ത് വിദ്യാജിയായിട്ട് കമ്പോസിങ്, അത് അന്ന് മൂന്നാറിലായിരുന്നു. അപ്പം ഞാനും ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നു ലാലു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുബേരൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലാണ് ലാലു അതിൻ്റെ ഫുൾ 5 പാട്ടിൻ്റെ ഇത് കമ്പോസ് ചെയ്ത് എൻ്റെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ലാലു എനിക്ക് ഈ സിനിമയിൽ ശമ്പളമൊന്നും വേണ്ട, ആ ഓഡിയോ അവകാശം മാത്രം മതി എന്ന് വെച്ചല്ലേ. 5 പാട്ട് ഇറ്റാ. അന്ന് ശരിക്കും എൻ്റെ എല്ലാം ലിറിക്കൊന്നുമില്ല, തന്നെ വെച്ചിട്ട് ഹാർമോണിയത്തിൽ വായിച്ചിരിക്കുന്ന സാധനം മാത്രമാണ്. ഗിരീഷേട്ടൻ പിന്നെയാണ് എഴുതുന്നത്. നമ്മൾക്ക് കമ്പോസ് ചെയ്ത വിദ്യാജി ഹാർമോണിയത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന സാധനമാണ് എനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് കാസറ്റാണ്, കാസറ്റിലിട്ട് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പാട്ട് ഇറ്റാവോ ഇല്ലേ എന്നുള്ളത് പറയാം, പക്ഷെ എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ പാടിയിട്ടുള്ള സിനിമകളിൽ എൻ്റെ തോന്നിവാസത്തിന് പാടുക എന്ന് പറയുന്ന പോലത്തെ പാട്ടുകൾ വന്നു, മനസ്സിലായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടുകാരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ്. അസൂയ എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ബഹുമാനവും കൂടുമ്പോഴുള്ളൊരു അസൂയില്ലേ, അല്ലാണ്ടുള്ള അസൂയല്ല. നമ്മളിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരിക്കുന്നു. അപ്പോൾ പാട്ടുകാരുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പിന്നെ നമ്മളത് കൂടുതൽ ശ്രമിക്കും. ഞാൻ ഒരിക്കൽ സുരേഷൻ്റെ അടുത്ത് വെച്ചു, സുരേഷേട്ടൻ അന്ന് പാട്ട് പാടില്ല, സുരേഷൻ താളമില്ല എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഇതാക്കിയിട്ട് ഇന്ന് സുരേഷേട്ടൻ ഗാനമേള പിടിച്ച് അത് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഗാനമേള ചെയ്തിട്ടൊന്ന് സംശയമുണ്ടായിരിക്കും. അല്ല, സംശയമൊന്നുമല്ല, അത്ര ഗംഭീരമായിട്ടാണ് സുരേഷേട്ടൻ പാടുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ സുരേഷേട്ടൻ, സുരേഷേട്ടാ നിങ്ങൾ എപ്പോഴും സുരേഷേട്ടാ, ഞാൻ അത് പറയാം. ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ സമയത്താണ് സുരേഷേട്ടൻ പറഞ്ഞു, എടാ ഒരു പാട്ട് വന്നിട്ടുണ്ട്, നീ ഒന്ന് കേൾക്ക, ഞാൻ പാടിയതാ. അപ്പം ഞാൻ ലാലേട്ടനുണ്ട്, ലാലേട്ടാ സുരേഷൻ്റെ പാട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ ലാലേട്ടനും കൂടി സുരേഷൻ്റെ കാരവലിരുന്ന് ആ പാട്ട് കേൾക്കാം. ഞാൻ സുരേഷേട്ടാ ചതി അയച്ചാ അത്ഭുതമായി. ലാലേ എടാ ഇവൻ നന്നായി പാടുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ലാലേട്ടാ ഇതെങ്ങനെ പഠിച്ചത്? അപ്പം ഞാൻ എന്നിട്ട് സുരേഷേട്ടാ ഇതെങ്ങനെ നിങ്ങൾ പാട്ട് പഠിച്ചേ? എടാ ഞാൻ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ദാസേട്ടനെ കേട്ട് ഞാൻ പാടി മത്സരിക്കും. കാരണം പാട്ടിട്ടിട്ട് അതിനൊത്ത് പാടും. വണ്ടിയിലാകുമ്പോൾ ആരും കേട്ട് പാടുണ്ടാക്കോ, അല്ലെങ്കിൽ ബാത്റൂം ഗായകനല്ല, കാറിൽ നിന്ന് ഗായകൻ അയാളാണ്. അപ്പം അത് നമ്മളതിന് ശ്രമിച്ചിട്ടില്ല. അത് ഉണ്ടോന്നല്ല, നാണവും പേടിയും ഒക്കെ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഈ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ 2020 എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ഒരു ചരിത്രവും കൂടിയാണ്. അത്തരമൊരു സംരംഭം നടക്കുമെന്ന് പോലും സംശയിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ കഥാവിശേഷനും മലർവാടി ആർട്സ് ക്ലബ്ബും ഒക്കെ ചെയ്യുന്നത്. അതായത് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളും നടത്തി പോകുന്നുണ്ട്. CD മൂസ ചെയ്യുമ്പോഴും ഈ പറയുന്ന കഥാവിശേഷനും ഈ മലർവാടി ആർട്സ് ക്ലബ്ബും ഒക്കെ മറ്റൊരു തരത്തിലുള്ളൊരു പ്രോത്സാഹനമാണ് സിനിമയ്ക്ക്. അതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലെന്താണ്, അങ്ങനെ നമ്മുടെ മലയാള സിനിമ വളരണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്? അതെ, അവർ പറയുന്ന കഥ കൂടി നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യും. ഡിഫറെൻറ്റ് സിനിമ ചെയ്യുക എന്നുള്ളത് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന സിനിമ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഇതടങ്ങുന്ന സിനിമകളാണ് നമ്മൾ ഇന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ പണ്ടത്തെ തമാശ നമ്മളിൽ നിന്ന് പുതിയത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ഈസിയാണ്. ഇപ്പോൾ അവർക്ക് കൊച്ചു തമാശ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ വന്ന സിനിമകളിലെ തമാശ നമ്മൾ പറഞ്ഞാൽ ഓ ചിരിപ്പിക്കണപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിലാണ്. അപ്പോൾ അവൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ സീനിയർ ആക്ടേഴ്സും നമ്മളും ഒക്കെ ഫേസ് ചെയ്യുന്ന വിഷയം നമ്മളെ കൂടുതൽ ഇത്ര വർഷമായില്ല. ഇപ്പം ഞാൻ 28-29 വർഷമായി എന്നെ ഇവിടുത്തെ പ്രേക്ഷകർ കാണാൻ തുടങ്ങി. എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ തുടങ്ങിയ ആൾക്കാർ അതിനേക്കാൾ കൂടുതലായി. അവർ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴും ലൈംലൈറ്റിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പോയിട്ട്
വീണ്ടും പഴയ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അതിനുള്ള സാധനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു തരത്തിൽ മറികടക്കാൻ പറ്റും, ആ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ പ്രൊഡ്യൂസേഴ്സിന് നമുക്കിത് പറയാനും തേടാനേ പറ്റുള്ളൂ. ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഓരോ സിനിമയും ഒരു കലാകാരനെ സംബന്ധിച്ച് എല്ലാ ജോണറും കൂടി പോകാൻ പറ്റുക എന്ന് പറഞ്ഞാണ് വലിയ ഭാഗ്യം. ഞാൻ മിക്ക ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലെ ഒരു നല്ല സംവിധായകന് അവൻ വരയ്ക്കുന്നൊരു സ്കെച്ച് ചെയ്യുക എന്ന് പറയില്ലേ, അതിനനുസരിച്ച് നമ്മൾ മാറുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലെ ആവുക. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച പാത്രത്തിന്റെ ഷേപ്പിലാവുക, ഗ്ലാസ്സിൽ ഒഴിച്ച ഗ്ലാസ് പോലെ ആവുക എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ആക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അപ്പൊ ഈ എന്തിലേക്ക് ഒഴിക്കുന്നു, ആരൊഴിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് വിഷയം. തീർച്ചയായിട്ടും.